വിശദമായ വാർത്തകളിലേക്ക്. ഒഡീഷയിൽ മന്ത്രിയെ വെടിവെച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ. ആരോഗ്യമന്ത്രിയും ബിജെഡി നേതാവുമായ നബ കിഷോർ ദാസിനാണ് വെടിയേറ്റത്. നെഞ്ചിൽ വെടിയേറ്റ നബാദാസിന്റെ നില അതീവ ഗുരുതരമാണ്. മന്ത്രിക്ക് നേരെ ASI ഗോപാൽ ദാസാണ് 2 തവണ വെടിവെച്ചത്. ബ്രജരാജ് നഗർ ഗാന്ധി ചൌക്കിലെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനത്തിനിടെയായിരുന്നു വെടിവെപ്പ്. ASIയുടെ റിവോൾവർ പിടിച്ചെടുത്തു. സംഭവം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. മന്ത്രിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഭുവനേശ്വറിലേക്ക് ഹെലികോപ്റ്റർ മാർഗം കൊണ്ടുപോയി. തിരുവനന്തപുരം കോവളത്ത് റേസിംഗിനിടെ ബൈക്കിടിച്ച് സ്ത്രീ മരിച്ചു. വാഴമുട്ടം സ്വദേശി സന്ധ്യയാണ് മരിച്ചത്. അപകടത്തിന് പിന്നാലെ റേസിംഗ് നടത്തുന്നവരുടെ ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. കോവളം വാഴമുട്ടം ദേശീയപാതയിൽ രാവിലെ 7:30യോടെയായിരുന്നു അപകടം. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ സന്ധ്യയെ അമിത വേഗത്തിലെത്തിയ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാല് അറ്റുപോയി. മറ്റ് ശരീരാവശിഷ്ടങ്ങളും റോഡിൽ ചിതറി. ബൈക്ക് ഓടിച്ചിരുന്ന പോട്ടക്കുഴി സ്വദേശി അരവിന്ദനും ഗുരുതരമായ പരിക്കുണ്ട്. ഇടിച്ച ബൈക്ക് 100 മീറ്ററോളം തെറിച്ചുപോയി. അരവിന്ദനെ സമീപത്തെ ഓടയിൽ നിന്നാണ് പുറത്തെടുത്തത്. 2 ബൈക്കുകളിലായി റേസിംഗ് നടത്തുന്നതിനിടെയാണ് അപകടമെന്ന് ദൃക്സാക്ഷികൾ. രാവിലെ ഞാൻ ഉറക്കഴിച്ച് വന്നപ്പോൾ സൗണ്ട് കേട്ടാണ് വെളിയിറങ്ങണത്. വെളിയിറങ്ങി നോക്കുമ്പോൾ റോട്ടിൽ കയറി നോക്കിയപ്പോൾ റോഡിലാണ് ചെരുപ്പ് ആദ്യം കണ്ടു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ആൾക്കാർ 1-2 പേര് എത്തി നോക്കിയപ്പോൾ മരത്തിൻ്റെ മൂട്ടിലാണ് സംഭവം കിടന്നത്. ചെന്ന് നോക്കിയപ്പോൾ സ്ത്രീയാണെന്ന് മനസ്സിലായി. നോക്കിയപ്പോൾ അരയ്ക്ക് താഴോട്ട് മൊത്തം ചിതറിപ്പോയിട്ടുണ്ട്. കുറച്ച് ഇങ്ങോട്ട് നോക്കിയപ്പോൾ അവരൊരു കാലറ്റ് റോഡിൻ്റെ അടുത്ത സൈഡാണ് കിടന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ 2 ബൈക്ക് ഏകദേശം അങ്ങ് ദൂരം കൊണ്ട് നിർത്തി. നോക്കിയപ്പോൾ അവിടെ ആൾ കൂടി. ചെന്ന് നോക്കിയപ്പോൾ ഈ ഇടിച്ച പയ്യെ വണ്ടി ഓടിച്ച പയ്യെ അവിടെ കുഴിയിലാണ് കിടന്നത്. അതിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറത്താണ് ഈ ഓടിച്ചിരുന്ന ബൈക്ക് കിടന്നത്. ഏകദേശം വണ്ടി ഇടിച്ച അവിടെ നിന്ന് ഈ വണ്ടി ലാസ്റ്റ് കിടന്നത് 200 മീറ്റർ വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല സ്പീഡായിരിക്കണം, അതുകൊണ്ടായിരിക്കണമല്ലോ ഇത്രയും ദൂരം പോയത്. കോവളം ബൈപ്പാസ് റോഡിൽ ഇതിനു മുമ്പും റേസിംഗിനിടെ അപകട മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാർ ഇരയാകുന്നത് ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ബൈപ്പാസ് റോഡിൽ വാഹന പരിശോധന ശക്തമാക്കും. ഇനി മുതൽ റേസിംഗ് നടത്തുന്നവരുടെ ലൈസൻസ് റദ്ദാക്കാനാണ് നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. 5 മാസം നീണ്ടുനിന്ന ഭാരത് ജോഡോ പദയാത്രയ്ക്ക് സമാപനം. ശ്രീനഗറിലെ ലാൽ ചൌക്കിൽ രാഹുൽ ഗാന്ധി പതാക ഉയർത്തിയതോടെ പദയാത്രയ്ക്ക് പരിസമാപ്തിയായി. കന്യാകുമാരിയിൽ നിന്ന് 2022 സെപ്റ്റംബർ 7 തുടങ്ങിയ പദയാത്ര 4080 കിലോമീറ്ററാണ് പിന്നിട്ടത്. നാളെ ഷേറി കശ്മീർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നിരയിലെ 13 പാർട്ടികൾ പങ്കെടുക്കും. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, 4080 കിലോമീറ്റർ താണ്ടിയാണ് രാഹുൽ ഗാന്ധി കശ്മീരിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 5 മാസം നീണ്ടുനിന്ന ഭാരത് ജോഡോ യാത്ര. ഈ ഒരുപാട് വിവാദങ്ങൾ, പ്രശ്നങ്ങൾ, വിമർശനങ്ങളൊക്കെ നേരിട്ട് അതിനിടയിൽ കൂടിയായിരുന്നു യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത് പാർട്ടി എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്? തീർച്ചയായും ഒരു ചെറിയ കാര്യമല്ല. 4080 കിലോമീറ്റർ 135 ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് ഈ പദയാത്ര പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് നിശ്ചയിച്ച പ്രകാരം പദയാത്ര ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് 12 മണിയോടുകൂടി ലാൽ ചൗക്കിൽ എത്തിയതിനു ശേഷം രാഹുൽ ഗാന്ധി ഈ പദയാത്രയ്ക്ക് സമാപനം കുറിക്കുന്നതിനായി അവിടെ പതാക ഉയർത്തിയതോടുകൂടിയാണ് സമാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഒപ്പം തന്നെ ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വെല്ലുവിളികളും ഒക്കെ തന്നെ ഈ സെപ്റ്റംബർ 7 ഈ കന്യാകുമാരിയിൽ നിന്ന് ഈ യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ വലിയ വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ BJP നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുള്ള പല വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. ഒരു പാതി വഴിയിൽ ഈ ഒരു യാത്ര നിർത്തി കോൺഗ്രസ് പിന്നാക്കം പോകുമെന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, എല്ലാ വിമർശന ശരങ്ങളെയും അതിജീവിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ ഒരു യാത്ര ഇപ്പോൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. നാളെയാണ് ഇതിൻ്റെ സമാപന ചടങ്ങുകൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. സമാപന ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷ
സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശ്രീനഗറിൽ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. കശ്മീരിലെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സമാപന ചടങ്ങ് നടക്കുന്നത്. 24 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് അധ്യക്ഷൻ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 13 രാഷ്ട്രീയ പാർട്ടികൾ മാത്രമാണ് നിലവിൽ ഔദ്യോഗികമായി ഈ ഒരു സമാപന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സമാപന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു യാത്രയിലുടനീളം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ വീഴ്ചകൾ ഉണ്ടായിരുന്നു. അതിൽ ആ വീഴ്ചകൾ ഒക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് യാത്ര കഴിഞ്ഞ ദിവസം വീണ്ടും ആരംഭിക്കുകയും ചെയ്തത്. എന്തായാലും വലിയ ജനപങ്കാളിത്തം തന്നെയാണ് കോൺഗ്രസ് ഈ ഒരു സമാപന ചടങ്ങിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ എല്ലാ ഒരുക്കങ്ങളും എല്ലാം തന്നെ പൂർത്തിയായി എന്ന് തന്നെയാണ് അല്പസമയത്തിന് മുമ്പ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം ഈ വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പ് അത് തന്നെയാണ് ഈ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുള്ളത്. അതിൽ എങ്ങനെ ഈ യാത്ര പ്രതിഫലിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. കൂടാതെ തന്നെ സെമിഫൈനൽ എന്നുള്ള രീതിയിൽ 9 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ട്. അടുത്ത മാസം 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ട്. അതിലെയൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ യാത്ര വലിയ രീതിയിൽ ഒരു മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കുമോ എന്ന് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. എന്തായാലും 4080 കിലോമീറ്റർ പിന്നിട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പദയാത്ര ഇപ്പോൾ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. വിഭാഗീയ ആരോപണം മറയാക്കി ലഹരിക്കടത്ത് കേസിൽ ഷാനവാസിനെ സംരക്ഷിക്കാൻ സജി ചെറിയാൻ വിഭാഗത്തിന്റെ നീക്കം. ജില്ലാ സെക്രട്ടറിക്കും G സുധാകരനുമെതിരെ ആരോപണം ഉയർന്നുവെന്ന് അവകാശപ്പെട്ട നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ മിനിറ്റ്സ് നേതൃത്വം പരിശോധിച്ചു. നേതാക്കൾക്കെതിരായ ആരോപണം മിനിറ്റ്സിൽ കണ്ടെത്താനായില്ല. പാർട്ടി കമ്മീഷന് മുന്നിൽ നിൽക്കുന്ന പരാതി ഏരിയ കമ്മിറ്റി കമ്മീഷന് കൈമാറാതെയും ജില്ലാ നേതൃത്വത്തെ അറിയിക്കാതെയും ചർച്ച ചെയ്തത് സംഘടനാ വിരുദ്ധമാണെന്നാണ് വിലയിരുത്തൽ. അതേസമയം ലഹരിക്കടത്തിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചെന്ന പ്രചാരണം തെറ്റെന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു. അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും ഷാനവാസിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്നും ചൈത്ര തെരേസ ജോൺ പറഞ്ഞു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, വിശദാംശങ്ങൾ. ആര്യ, ലഹരിക്കടത്ത് കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. അതായത് ഇത് ലഹരിക്കടത്ത് കേസിൽ ഷാനവാസിനെതിരായ ആരോപണത്തെ വിഭാഗീയത കൊണ്ട് മറികടക്കാനാണ് ഇപ്പോൾ ആലപ്പുഴയിലെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് സജി ചെറിയാൻ നേതൃത്വം നൽകുന്ന നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ ശ്രമം. കഴിഞ്ഞ ദിവസം ചേർന്ന നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ യോഗം ആ കമ്മിറ്റിയുടെ ചുമതലയുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമോ ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയോ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ ഏരിയ കമ്മിറ്റി യോഗം നടന്നതിനെ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ആലപ്പുഴ ജില്ലയിൽ ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ G സുധാകരനും BP ചിത്തരഞ്ജനും അടങ്ങുന്ന ഒരു സംഘമാണ് ഷാനവാസിനെതിരെയുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചത് എന്നുള്ള വാർത്തകളാണ് ഏരിയ കമ്മിറ്റി യോഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. മാത്രമല്ല, അത്തരം ആരോപണം കമ്മിറ്റിയിൽ ഉയർന്നുവെന്നും PBക്കും സംസ്ഥാന നേതൃത്വത്തിനും പരാതി നൽകുന്നു എന്നുമാണ് അത് ആ കമ്മിറ്റിയിൽ തീരുമാനമെടുത്തതെന്നുമായിരുന്നു കമ്മിറ്റിയിൽ തന്നെയുള്ള ആളുകൾ പുറത്തേക്ക് നൽകിയ വിവരം. എന്നാൽ ഇത് സംബന്ധിച്ച് ജില്ലാ നേതൃത്വം കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് കൂടുകയും ഈ മിനിറ്റ്സ്, അതായത് യോഗത്തിൽ അങ്ങനെ ആരോപണം ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ മിനിറ്റ്സ് പരിശോധിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മിനിറ്റ്സിൽ അത്തരം കാര്യങ്ങൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സാബുവിന്റെ നേതൃത്വത്തിൽ ഷാനവാസ് ലഹരിക്കടത്ത് കേസിൽ ഷാനവാസ് പങ്കില്ലെന്നുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൽ തന്നെ ചില ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വാർത്തകൾ നൽകിയിരുന്നു. എന്നാൽ ഈ സംഭവത്തിനകത്ത് ഇത് പൂർണ്ണമായും ജില്ലാ പോലീസ് മേധാവി തള്ളിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് DYSPയോട് ജില്ലാ പോലീസ് മേധാവി വിശദീകരണം തേടിയെന്നുള്ളതാണ് ഏറ്റവും പുതുതായ വാർത്ത. ആര്യ, തീർച്ചയായും ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് മുസ്ലിങ്ങൾ വെല്ലുവിളി നേരിടുന്നില്ലെന്ന പരാമർശത്തിൽ വിശദീകരണവുമായി SSF. രാജ്യത്തെയും ഭരണകൂടത്തെയും രണ്ടായി കാണണം. സർക്കാരിന്റെ നയങ്ങളെ എതിർക്കാൻ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തേണ്ടതില്ല. രാജ്യത്തിന് അനുഗുണമായ നിലപാടുകളെ സർക്കാർ അനുകൂല നിലപാടെന്ന് വ്യാഖ്യാനിക്കരുതെന്നും SSF പറഞ്ഞു. ഭരണകൂടത്തെ തിരുത്തേണ്ടത് രാജ്യത്തെക്കുറിച്ച് വെറുപ്പുൽപ്പാദിച്ചുകൊണ്ടാകരുത്. രാജ്യത്തെയും ഭരണകൂടത്തെയും രണ്ടായി തന്നെ കാണേണ്ടതുണ്ട്. സർക്കാരിൻ്റെ നയനിലപാടുകളെ എതിർക്കാൻ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തേണ്ടതില്ല. ഫാഷിസത്തോടും അതിൻ്റെ ഹിംസയോടുമുള്ള വെറുപ്പിനെ രാഷ്ട്രത്തോടുള്ള വെറുപ്പായി വളർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങളോട് ഇസ്ലാമിന് യോജിക്കാനാവില്ല. ഭരണകൂടത്തോട് ശക്തമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രമൂല്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളണമെന്നുള്ള നിശ്ചയദാർഢ്യം രൂപപ്പെടുത്തേണ്ടതുണ്ട്. സംഘപരിവാറിൻ്റെ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ നേരിടേണ്ടത് സമാന്തരമായി വെറുപ്പുൽപ്പാദിച്ചു കൊണ്ടാകരുത്. ഭരണകൂടമല്ല രാജ്യം. രാജ്യത്തിന് അനുഗുണമായ നിലപാടുകളെ സർക്കാരിന് അനുകൂലമായ നിലപാടുകളായി വ്യാഖ്യാനിക്കുന്നത് അതിവായനയാണ്.
പൗരാണിക കാലം മുതൽ മതനിരപേക്ഷമായി നിലകൊണ്ട രാജ്യമാണ് നമ്മുടേത്. ആ പാരമ്പര്യം കളങ്കപ്പെട്ടുകൂടാ. മാറിവരുന്ന ഭരണകൂടങ്ങൾക്കൊപ്പം പൗരസമൂഹവും ഇക്കാര്യത്തിൽ ജാഗരൂകരാകണം. സമസ്ത AP വിഭാഗം സെക്രട്ടറി പൊന്മുള അബ്ദുൾ ഖാദർ മുസ്ലിയാരാണ് കഴിഞ്ഞ ദിവസം വിവാദ പരാമർശം നടത്തിയത്. പോളണ്ടിൽ മലയാളി കുത്തേറ്റു മരിച്ചു. തൃശൂർ ഒല്ലൂർ സ്വദേശി സൂരജാണ് മരിച്ചത്. ജോർദാൻ പൌരന്മാരുമായുള്ള വാക്കുതർക്കത്തിനിടെയാണ് സംഭവം. 5 മാസം മുൻപ് പോളണ്ടിൽ എത്തിയ സൂരജ് സ്വകാര്യ കമ്പനി സൂപ്പർവൈസറായിരുന്നു. സംഭവത്തിൽ 4 മലയാളികൾക്ക് പരിക്കേറ്റു. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾ ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം. വാർത്തകളിലേക്ക്. പാലക്കാട് കോട്ടോപ്പാടത്ത് കോഴിക്കൂടിനുള്ളിൽ കുടുങ്ങിയ പുലി ചത്തു. കൂടിനുള്ളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കമ്പിവലയിൽ കുടുങ്ങിയ പുലിയാണ് രാവിലെ ചത്തത്. മുറിവേറ്റ ആഘാതത്തെ തുടർന്ന് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലച്ചതാണ് മരണകാരണമെന്ന് ഡോക്ടർ അരുൺ സഖറിയ പറഞ്ഞു. ഈ അതിനകത്ത് ശരിക്കും ആ കമ്പിയിൽ പൂർണ്ണമായും ഈ കുരുങ്ങി നിൽക്കുക, അതായത് പിടിച്ചു നിൽക്കുന്നത് പോലെയാണ് നമുക്കത് കാണാൻ. പുലി ഇവിടെ നിന്ന് പിടഞ്ഞിരുന്നു. ഒരുപക്ഷെ ആ പിടച്ചിൽ ജീവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അവസാന ശ്രമമായിരിക്കും നടത്തിയിട്ടുണ്ടാവുക. എന്തായാലും പുലി ചത്തിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് കോട്ടോപ്പാടം കുന്തിപ്പാടം സ്വദേശി ഫിലിപ്പിന്റെ വീടിന് സമീപത്തെ കോഴിക്കൂടിനുള്ളിൽ പുലിയെ കണ്ടെത്തിയത്. പുലിയുടെ വലത് കൈ ഒടിഞ്ഞ് കമ്പിവലയിൽ കുടുങ്ങിയിരുന്നു. ഒരു 1-നും 1:15 ഇടയ്ക്കായിട്ട് സൗണ്ട് കേട്ട് ഞാൻ ഇറങ്ങി ചെല്ലുമ്പം കോഴി കൊക്കുന്ന ഒച്ച കേട്ടോണ്ടാണ് ചെന്ന് കൂട് തുറന്ന് കൂട്ടിനകത്ത് ഇനി വേറെ വല്ല സാധനമാണെന്ന് കൊണ്ട് ലൈറ്റ് അടിച്ച് കൂടിനകത്ത് തുറന്ന് നോക്കുമ്പോൾ ഈ സാധനം പുലി ഇതിനകത്തുണ്ട്. കുറേ കൂട് ലോക്ക് ചെയ്ത് ഞാൻ പുറത്തിറങ്ങി. എൻ്റെ നേരെ ചാടി വന്നു. എന്നിട്ടും ലോക്ക് ചെയ്തുകൊണ്ട് അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. വയനാട്ടിൽ നിന്നും വിദഗ്ധ സംഘത്തെ എത്തിച്ച് മയക്കുവെടി വെച്ച് രക്ഷപ്പെടുത്തി ചികിത്സ നൽകാനായിരുന്നു ലക്ഷ്യം. പുലി കൂട് തകർത്ത് പുറത്തു പോകാതിരിക്കാൻ വല കെട്ടി. എന്നാൽ വയനാട്ടിൽ നിന്നും സംഘം എത്തുന്നതിന് മുൻപേ പുലി ചത്തു. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ കമ്പിവല കെട്ടിയിട്ടുള്ള ഈ ഒരു സ്റ്റീൽ കമ്പി വേറെയുണ്ട്. ഈ സ്റ്റീൽ കമ്പിയിലാണ് ഇത്തരത്തിൽ ഈ പുലിയുടെ ഒരു കൈ അതിനകത്ത് കെട്ടി നിന്നിരുന്നത്. അത് പിന്നീട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കാണുന്നത് ഇതിന്റെ മറ്റ് വാതിലുകളിലൊന്നും തന്നെ പുലി കടക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഇവിടെ ഒരു അതായത് വിടവുണ്ട്. അതായത് ഈ കമ്പിവലയുടെ മുകൾ ഭാഗത്തൊരു ചെറിയ വിടവുണ്ട്. അതിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ പുലി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുലിയുടെ ജഡം തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി. പുലിക്ക് 4 വയസ്സോളം പ്രായം കണക്കാക്കുന്നതായി അരുൺ സക്കറിയ പറഞ്ഞു. ശരീരത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുന്ന ക്യാപ്ചർ മയോപ്പതിയാണ് മരണകാരണമെന്ന് ഡോക്ടർ അരുൺ സക്കറിയ. ഇത് പ്രധാനമായിട്ടും ആ ഇഞ്ചുറിന്ന് പറ്റിയ ആ കുടുങ്ങിക്കിടന്ന ഇഞ്ചുറിന്ന് പറ്റിയ മരണകാരനാണ്. നമ്മൾ ക്യാപ്ചർ മയോപ്പതി എന്ന് പറയും. പക്ഷേ നമ്മൾ ബാക്കി ടോക്സിക്കോളജിക്കൊക്കെ സാമ്പിൾ കൊടുക്കും. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ റിസൾട്ടെല്ലാം വന്ന ശേഷമേ നമ്മൾ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുള്ളൂ. റൈറ്റ് ഹാൻഡ് ഫ്രാക്ചർ ഉണ്ട്, പൊട്ടുണ്ട്, കോമ്പൗണ്ട് ഫ്രാക്ചറാണ്. ഒരു ടീറ്റില്ല, ഒരു പല്ലില്ല, ഒരു അപ്പർ കനൈനില്ല, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡം കത്തിച്ചു. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് നടപടികൾ പൂർത്തിയാക്കിയത്. വയനാട്ടിൽ നിന്നും വിദഗ്ധ സംഘം എത്തുന്നതിന് തൊട്ടുമുൻപാണ് പുലി ചാകുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ നേരിടാൻ കൂടുതൽ വിദഗ്ധ സംഘങ്ങൾ ആവശ്യമാണ് എന്നുള്ളതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. തമിഴ്നാട് നീലഗിരി ഗൂഡല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർ കൊല്ലപ്പെട്ടു. പുഷ്പശ്രീ എസ്റ്റേറ്റിലെ വാച്ച്മാൻ നൌഷാദാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. യുവാവിന്റെ മൃതദേഹം സ്ഥലത്തു നിന്ന് മാറ്റാതെ ഇന്നലെ രാത്രി തുടങ്ങിയ ജനങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ്. ഇടുക്കിയിലെ തുടർച്ചയായ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ ശാന്തൻപാറയിൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി. CCF എത്തുന്നതുവരെ സമരം തുടരുമെന്നാണ് CPM പ്രവർത്തകരുടെ നിലപാട്. തിരുവനന്തപുരം മൃഗശാലയിലെ വാക്സിനേഷനിൽ ഗുരുതര വീഴ്ച. കടുവകൾക്കും പുലികൾക്കും വാക്സിൻ എടുത്തത് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ. വെറ്റിനറി ഡോക്ടർ എടുക്കേണ്ട വാക്സിൻ കുത്തിവയ്പ്പാണ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എടുത്തത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്.
ക്ഷയരോഗം വന്ന് മാനുകളും പൂച്ചകളും ചത്തൊടുങ്ങിയതിന് പിന്നാലെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗശാലയിലെ മറ്റ് മൃഗങ്ങൾക്കും അടിയന്തരമായി വാക്സിനേഷൻ എടുക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്ന് കടുവകൾക്കും പുലികൾക്കും കഴിഞ്ഞ ദിവസം വാക്സിനേഷൻ നൽകി. എന്നാൽ അതീവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഈ വന്യമൃഗങ്ങളെ വെറ്ററിനറി ഡോക്ടർക്ക് പകരം ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ വാക്സിൻ കുത്തിവയ്പ്പെടുത്ത ദൃശ്യങ്ങളാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. ക്ഷയരോഗം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കും പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ മൃഗങ്ങളുടെ കൂടുകൾക്കടുത്തേക്ക് എത്തുന്ന സന്ദർശകർ ഉൾപ്പെടെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് മൃഗശാല അധികൃതരുടെ നിർദ്ദേശം. മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനും മറ്റുമായി അടുത്തിടപഴകുന്ന ജീവനക്കാർക്ക് ആരോഗ്യ പരിശോധന നടത്തുന്നതിന് പുറമെ പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കി നൽകുമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മൃഗശാല ഡയറക്ടറുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നതിൽ കാലതാമസം വരുന്നതായാണ് ആക്ഷേപം. കൂടുതൽ മൃഗങ്ങളിലേക്ക് രോഗം പടർന്നിട്ടുണ്ടോ എന്ന ആശങ്കകൾ വർദ്ധിക്കുന്നതിനിടയിലാണ് ഗുരുതരമായ ഈ സുരക്ഷാ വീഴ്ച. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കണ്ണൂർ കേളകത്ത് കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കുന്നതിനിടയിൽ ഗൃഹനാഥൻ മുങ്ങി മരിച്ചു. കണിച്ചാറിൽ കാക്കശ്ശേരി ഷാജിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:30ഓടെയായിരുന്നു സംഭവം. കയർ പൊട്ടിയാണ് കിണറ്റിലേക്ക് വീണത്. ഭാര്യയുടെ നിലവിളി ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഷാജിയെ പുറത്തെടുത്തത്. തുടർന്ന് പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.